ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വിശ്വാസികളോട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ വന്നവരോട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരോടും അല്ലാത്തവരോടും ഉള്ള ഉപദേശമാണ്, നിങ്ങൾ വളരണം. ജനിച്ച കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്നത് പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് നിങ്ങൾ വളരണം. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ശിശു ആരാണ്? അത് നമ്മളുടെ അകത്തെ മനുഷ്യനെ കുറിച്ച് പറയുന്നു. വീണ്ടും ജനിച്ചവനെ കുറിച്ച് പറയുന്നു. വചനത്താൽ വീണ്ടും ജനിച്ച മനുഷ്യൻ. എഫെസ്യ ലേഖനം 3:16 പറയുന്നു, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. കണ്ട, പുറത്തെ മനുഷ്യനെ ബലപ്പെടാനാണെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കഴിച്ച് ജിമ്മിൽ പോയാൽ പുറത്തെ മനുഷ്യനെ ബലപ്പെടുത്താം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ. അപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരണമെന്ന് ഒരു കൂട്ടരോട് പറയുന്നു. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഇനിയും ബലപ്പെടണം. കൊരിന്ത്യരോട് പറയുന്നു, നിങ്ങളോടെനിക്ക് ആത്മീയരോടെന്ന പോലെ അല്ല, ജഡികരോടെന്ന പോലെ, ശിശുക്കളോടെന്ന പോലെ സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കട്ടിയായ ആഹാരമൊന്നും കഴിക്കാൻ പ്രാപ്തിയില്ല. ഞാനിപ്പോഴും നിങ്ങൾക്ക് പാലാണ് തന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ദോഷങ്ങൾ വായിച്ചാൽ എന്തുകൊണ്ട് ഇവരെ ശിശുക്കൾ എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലാകാം. സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും ഈ മനുഷ്യരിലുണ്ട്, വിശ്വാസികളിലുണ്ട്. അതിൽ അതിശയിക്കാനൊന്നുമില്ല. യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഡോക്ടറെ, എനിക്ക് വലിയ രോഗമാണെന്ന് പറയരുതേ, എനിക്ക് പേടിച്ച് അസുഖം കൂടുമെന്ന് പറയണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. ഡയഗ്നോസ് ചെയ്യട്ടെ, രോഗങ്ങളെ കണ്ടുപിടിക്കട്ടെ, ചികിത്സിച്ചാൽ സൗഖ്യമാകും. ഇതുപോലെ വിഷയങ്ങളെ കണ്ണടച്ചിരുട്ടാക്കുന്നതിനേക്കാൾ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത് നല്ലത്. ദൈവസന്നിധിയിൽ ഓപ്പൺ ആകുന്നത് നല്ലത്. നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുക, തുറന്നു കാണിക്കുക. പ്രാർത്ഥനാ മുറിയിൽ, കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് വിടുതൽ വേണം, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് വളരണം. എങ്ങനെ വളരണം? ഒരു വൃക്ഷത്തെ പോലെ വളരണം. അകത്തെ മനുഷ്യൻ ഒരു വൃക്ഷത്തെ പോലെ വളരണം. പുറത്തെ മനുഷ്യൻ ഒരു മനുഷ്യനെ പോലെ തന്നെ വളരട്ടെ, പക്ഷെ അകത്തെ മനുഷ്യൻ ഒരു വൃക്ഷത്തെ പോലെ വളരണം. ജോബിന്റെ പുസ്തകം പറയുന്നു, ഒരു വൃക്ഷമായിരുന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ടത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. ഒരു വൃക്ഷം ആർക്കാണ് പ്രയോജനം? മറ്റുള്ളവർക്കാണ് പ്രയോജനം. അത് മറ്റുള്ളവർക്കൊരു തണലാണ്. മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. അതിൽ നിന്ന് ഫലമുണ്ട്. കണ്ണിന് ആനന്ദമാണ്. അത് മറ്റ് വൃക്ഷങ്ങളെ വീണ്ടും ജനിപ്പിക്കുന്നു. അത് ഫലം തരുന്നു. അതിൻ്റെ തടി നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാം. ശ്രേഷ്ഠമായ തടിയാണെങ്കിൽ അത് ആലയം പണിക്കെടുക്കും. ദേവദാരു ആലയം പണിക്കെടുത്തു. കതിരമരം പെട്ടകം പണിയാനെടുത്തു. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത മോശയുടെ വടി ഒരു ബദാമിൻ്റെ കൊമ്പ്. സരളവൃക്ഷമാണെങ്കിൽ അത് പെരിഞ്ഞാറയ്ക്ക് പാർപ്പിടാം. നെബൂഖദ്നേസർ രാജാവിനെ ഒരു വലിയ വൃക്ഷത്തോടാണ് ഉപമിച്ചത്. സങ്കീർത്തനം 1 പറയുന്നത്, കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്നവൻ അവൻ ഇലവാടാത്ത വൃക്ഷം. അത് തന്നെ ജെറമിയ 17 പറയുന്നു. സങ്കീർത്തനം 52 വരുമ്പോൾ ഒലിവ് വൃക്ഷം, ദൈവത്തിൻ്റെ ആലയത്തിൽ നട്ടിരിക്കുന്ന ഒലിവ് വൃക്ഷം. എന്താ അതിൻ്റെ പ്രത്യേകത? അത് ദൈവത്തിൻ്റെ ദയയിലെന്നും ആശ്രയിക്കുന്നു. അഭിഷേകവും ദയയുമായിട്ടാണ് കണക്ഷൻ. സദൃശ്യവാക്യം 15 വരുമ്പോൾ നാവിൻ്റെ ശാന്തത, ജീവവൃക്ഷം. അകത്തെ മനുഷ്യൻ്റെ ഒരു ജീവവൃക്ഷമായെങ്കിൽ, ക്രിസ്തുവായെങ്കിൽ വാക്കുകളിലൂടെ അറിയാം, സംസാരിച്ചാൽ അറിയാം ഇവനേത് വൃക്ഷമാണ്. ഇവൻ മുന്തിരിവള്ളിയാണോ, അത്തിവൃക്ഷമാണോ, ഇവൻ ഉപ്പുറവയാണോ, മധുരമുള്ള ഉറവയാണോ? സംസാരിച്ചാൽ അറിയാം, ദൂത് കേട്ടാൽ അറിയാം. കാരണം മുന്തിരിവള്ളി അത്തിപ്പഴം പുറപ്പെടുവിക്കുകയില്ല, അത്തിവൃക്ഷം ഒലിവ് പഴം തരികയില്ല,
ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. അപ്പോൾ ഒരു വീണ്ടും ജനിച്ച ഒരു മനുഷ്യൻ അവനെ സഭയിലേക്ക് കൊണ്ടുവരുന്നത് അവൻ്റെ ജഡീകതയിൽ നിന്ന് ആത്മീയതയിലേക്ക് വളർത്താനാണ്. അങ്ങനെ വളർത്താനാണ് ഉപദേശിമാർ, ഇടയന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ. ഒരുവനെ വളർത്താനാണ് ഇത്. സുവിശേഷം പറയാനും വളർത്താനുമാണ് ഇവരെ ദൈവം നിയമിച്ചിരിക്കുന്നത്. എവിടുന്ന് വളരണം? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്. അപ്പോൾ ആദ്യം ശിശുപാലകന്റെ കീഴിൽ ഏൽപ്പിക്കുന്നു എന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണും. ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. അവനത് പാസ്സായാൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് അവൻ വന്നാൽ പുത്രത്വത്തിലേക്ക് വരികയാണ്. അപ്പന്റെ വീട്ടിൽ താമസിച്ചവൻ, അപ്പന്റെ മകനെന്ന് വിളിക്കപ്പെട്ടവൻ, അവനെ ശിശുപാലകന്റെ കീഴിലേക്ക് വിട്ടതെങ്ങനെയാണ്? അവന്റെ പിന്മാറ്റത്തെ ദൈവം ഉപയോഗിക്കുകയാണ്. അവൻ പിന്മാറിപ്പോയി, പക്ഷെ തിരിച്ചു വരുന്നത് കോലം കെട്ടാണെങ്കിൽ അകത്തുനിന്ന് വരുന്ന വിളി കറക്റ്റാണ്. അപ്പാ, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയില്ല. എന്തോ വിരോധാഭാസമാണ്. വിളിക്കുന്നത് അപ്പാന്നാണ്, പക്ഷെ അങ്ങനെ വിളിക്കാനുള്ള യോഗ്യതയില്ലെന്ന്. മോശയെ വിളിക്കുമ്പോൾ നോക്കിക്കേ, മോശ പറയാണ്, കർത്താവെ എല്ലാം കൊള്ളാം, പക്ഷെ വേറെ ആരെങ്കിലും അയക്കണേ. കർത്താവിന് മനസ്സിലായി, ഇവൻ മെച്ചറായി, ഇവനിനി മോതിരം കൊടുക്കാം, ചെരുപ്പ് കൊടുക്കാം, അങ്കി കൊടുക്കാം, ഇവന് വേണ്ടി വിരുന്നൊരുക്കാം. അപ്പോൾ ആത്മീയമായി വളരുന്നതിന് ദൈവം പല സാഹചര്യങ്ങൾ ഒരുക്കും. ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് പ്രയാസമായിട്ട് തോന്നിയേക്കാം, പക്ഷെ അത് നന്മയ്ക്കാണ്. ഉദാഹരണത്തിനൊരു പഴയ തമാശയുണ്ട്. ഒരു രാജാവിൻ്റെ വന്ന് നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് കഴിക്കാൻ കഞ്ഞി പോലുമില്ല, ഞങ്ങൾക്ക് അരിയില്ല, ചോറില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ചോറില്ല, കഞ്ഞിയില്ലെങ്കിൽ നിങ്ങൾക്ക് കേക്കും വൈനും കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. കാരണം അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നവനല്ല. മലയാള മനോരമ ഒരു വാർത്ത വന്നു, ബംഗാളിലെ വജ്ര വ്യാപാരി തൻ്റെ മകനെ കേരളത്തിലേക്ക് അയച്ചു. സാധാരണ ബംഗാളികൾ ജോലി ചെയ്യാൻ വരുന്നത് പോലെ അവൻ വന്നു. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ അവൻ ജോലി ചെയ്തു, ബേക്കറിയിൽ ജോലി ചെയ്തു. 6000 രൂപ ശമ്പളത്തിന് 3 മാസം ജോലി ചെയ്തു. അവൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞില്ല. പക്ഷെ അന്ന് അവൻ്റെ കൂടെ ഒരു സുഹൃത്തിനെ അവന് കിട്ടി. അദ്ദേഹം വഴിയാണ് പിന്നീട് അറിയുന്നത് ഈ മനുഷ്യൻ വജ്ര വ്യാപാരിയുടെ മകനായിരുന്നെന്ന്. അപ്പൻ്റെ ആ സിംഹാസനം, അദ്ദേഹത്തിൻ്റെ MD സ്ഥാനം ഈ മകന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് കൊടുത്ത അസൈൻമെൻ്റ് ആണത്. ഈ മകൻ വന്ന് 3 മാസം ജോലി ചെയ്ത് അവിടെ താമസിച്ച് റൂം റെൻറ്റും എല്ലാം കഴിച്ച് മിച്ചം പിടിച്ച പൈസയായിട്ട് അവൻ്റെ അപ്പൻ്റിക്കലേക്ക് ജയാളിയായി മടങ്ങിപ്പോയി. അപ്പോൾ ഈ ബലം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ബലം? വലിയ അത്ഭുതങ്ങൾ ചെയ്യുക, വീര്യപ്രവൃത്തികൾ ചെയ്യുക, സൂര്യനെയും ചന്ദ്രനെയും നിർത്തുക, ജാതികളുടെ സിംഹാസനങ്ങളെ മറിച്ചിടുക, പുതിയ ഗവൺമെൻറ്റിനെ വാഴിക്കുക, ഇതൊക്കെയാണോ? ഇതൊക്കെ നല്ല കാര്യമാണ്, ശക്തി കൊണ്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമത, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഈ വിഷയങ്ങളിൽ നിങ്ങൾ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ, എപ്പോഴും സന്തോഷിക്കാൻ, സമാധാനക്കേടിൻ്റെ അനുഭവത്തിലൂടെ വിടുമെന്ന് വീട്ടിലും ജോലി സ്ഥലത്തും. എന്തിനാ? ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്താൻ പഠിപ്പിക്കുകയാണ്. ദീർഘക്ഷമ എങ്ങനെയാ പഠിപ്പിക്കുക? അതൊരു ഗിഫ്റ്റ് പോലെ അങ്ങ് തരികയാണോ? അതിന് പറ്റിയ സാഹചര്യത്തിൽ ഇടുകയാണ്. ദയ, മറ്റുള്ളവരിൽ നിന്നും ദയ ലഭിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളിലൂടെ ഇടും. ഈഗോയിസമൊക്കെ അങ്ങ് തകർക്കും. പരോപകാരം പഠിപ്പിക്കും. ഷൗട്ട് ചെയ്താലും തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും മിണ്ടാതിരിക്കാനുള്ള സൗമ്യത തരും, വിശ്വസ്തനാക്കും. പരിശുദ്ധാത്മാവിനാൽ ഇന്ദ്രിയജയം തരും. എല്ലാവർക്കും എല്ലാത്തിലും മികവില്ലെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിനെ എക്സർസൈസ് ചെയ്യുക. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കണക്ക് ഇഷ്ടമില്ല, ഫിസിക്സ് ഇഷ്ടമില്ല, പക്ഷെ അവന് ജോഗ്രഫി ഇഷ്ടമാണെങ്കിൽ അതിനെ കൂടുതൽ അവനെ പഠിപ്പിക്കുക. ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, എനിക്ക് മറ്റുള്ളവരോട് ദയയുണ്ട്, അതിനെ എക്സർസൈസ് ചെയ്യുക കൂടുതലായിട്ട്. ഈ പാനപാത്രം നിറഞ്ഞ് കവിയുമ്പോൾ അത് കവിഞ്ഞൊഴുകും, മറ്റുള്ളത് നിറയും. ദൈവം വിശ്വസ്തൻ. മോശയെ ഫറവോന്റെ അടുത്തേക്ക് വിടുമ്പോൾ 4-ാം അധ്യായത്തിൽ മോശയോട് പറയുന്നത്, നീ ചെന്ന് ഫറവോനോട് പറയണം, ഇസ്രായേലിൻ്റെ ആദ്യജാതൻ അവനെ വിട്ടയക്കണം, എന്നെ ആരാധിക്കാൻ എൻ്റെ മകനെ വിട്ടയക്കണം, വിട്ടയച്ചില്ലെങ്കിൽ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇതാണ് ആദ്യമേ പറയാൻ പറഞ്ഞത്. പക്ഷേ മോശ പറഞ്ഞില്ല.
മോശ പറയുന്നത് 10ാമത്തെ ബാധയ്ക്ക് മുമ്പാണ് പറയുന്നത്. കാരണം മോശയ്ക്ക് ഒരു ആത്മീയ വർധന ഉണ്ടാകണമായിരുന്നു. ആത്മീയ വർധന എന്നുദ്ദേശിച്ചത് ആത്മബലം ഉണ്ടാകണമായിരുന്നു. എഫെസ്യർ 3:16 പറഞ്ഞ പോലെ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ ദൈവം തന്നെ. സ്ട്രെങ്ത് കൂടുന്നു നിങ്ങളുടെ. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് സന്തോഷത്തോടെ എഴുതി വെച്ച്, വിശ്വാസത്താൽ മോശെ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോന്നു. ഈ ബലം വർദ്ധിച്ചില്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ പൈതൃകമായിട്ടോ രാജത്വം കിട്ടിയാലും പ്രയോജനമില്ല. ഏറ്റവും മഹത്വമുള്ളൊരു രാജാവ്, ജ്ഞാനിയായ രാജാവ്, ധനവാനായ രാജാവ് സോളമൻ. അവന് മുമ്പും അതിനുശേഷവും ആരും അങ്ങനെ ഇല്ലല്ലോ. പക്ഷെ അവൻ്റെ മകനെ കുറിച്ച് പറയുന്നത് അവൻ മനോബലം ഇല്ലാത്തവൻ. അവൻ്റെ മകൻ തന്നെ, രഹബയാമിൻ്റെ മകൻ അബിയാവ് തന്നെ തൻ്റെ അപ്പനെ കുറിച്ച് പറയുന്നത് അവൻ യൗവനക്കാരനായിരുന്ന സമയത്ത് അവൻ മനോബലമില്ലാത്തവനായിരുന്നു. അതുകൊണ്ട് ശത്രു അഡ്വാൻറ്റേജ് എടുത്തു. ദാസന്മാർ യജമാനന്മാരായി. അതുകൊണ്ട് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ഭാരപ്പെടരുത്. വെളിച്ചം ഇരുട്ടിലാണ് പ്രകാശിക്കുന്നത്. അത് പ്രകാശിക്കട്ടെ. ഇരുട്ടിനെ ഭയപ്പെടേണ്ട. വെളിച്ചം കൂടുന്നതനുസരിച്ച് ഇരുട്ട് മാറിക്കൊള്ളും. ക്രിസ്തു നിങ്ങളുടെ അകത്ത് വരും. നിങ്ങളിലൂടെ ക്രിസ്തു സംസാരിക്കും. അവിടെ പ്രശ്നങ്ങൾ മാറുകയാണ്. ഓടി ഒളിക്കും ഇരുട്ട്. രാജാക്കന്മാർ ഓടും. വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും നിങ്ങളെ തേടി വരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരെയും കർത്താവ് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ, സഹായിക്കട്ടെ. ആമേൻ.